നമ്മളെ സംബന്ധിച്ച് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ST എത്രയാണെന്ന് പോലെ കുട്ടികൾക്ക് പറഞ്ഞുകൊണ്ട് ബസ്സുകാർക്ക് വ്യക്തമായി പത്രത്തിൽ പബ്ലിഷ് ചെയ്തു. പക്ഷേ ഈ കുട്ടികളിൽ നിന്ന് വാങ്ങിക്കുന്നത് തോന്നിയ പോലെയാണ്. ഒരേ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ തോന്നിയ പോലെയാണ് വാങ്ങിക്കുന്നത്. ST വാങ്ങിക്കുന്നത് തോന്നിയ പോലെയാണ്. ഇപ്പോൾ വെഞ്ഞാറമൂട്ടിൽ നിന്നായാലും കിളിമാനൂരിൽ നിന്നായാലും ആറ്റിങ്ങലിലായാലും പല സ്ഥലത്തും പോകുന്നതിന് ഒരേ റൂട്ടിൽ ഓടുന്ന ബസ് 5 വാങ്ങിക്കുന്നവർ, 2 വാങ്ങിക്കുന്നവർ, 8 വാങ്ങിക്കുന്നവരുണ്ട്. ആ 2 വാങ്ങിക്കുന്നവരുണ്ട്, അവർ വാങ്ങിക്കുന്നു. പക്ഷേ ഈ ബാക്കിയുള്ളവരെ നമുക്ക് നിലനിർത്തണ്ടേ? നമുക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ആറ്റിങ്ങൽ RTO ഓഫീസ് ഉപരോധിച്ച KSU. സ്വകാര്യ ബസ്സുകൾക്കെതിരെ നിരവധി പരാതികളാണ് നിലവിലുള്ളത്. ആറ്റിങ്ങൽ, കിളിമാനൂർ, കല്ലമ്പലം, വെഞ്ഞാറമൂട് മേഖലകളിലെ സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥി കൺസെഷനുകൾ അനുവദനീയമായ നിരക്കിൽ നിന്നും അധികം ഈടാക്കുന്നതിനെതിരെ നടപടിയൊന്നും തന്നെ അധികൃതർ എടുത്തിട്ടില്ല എന്നുള്ള പരാതിയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കിളിമാനൂർ അടയമൺ UP സ്കൂളിലെ വിദ്യാർത്ഥിയോട് സ്വകാര്യ ബസ് ജീവനക്കാരൻ മോശമായി പെരുമാറിയ സംഭവമുണ്ടായത്. ഈ വിഷയമുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും നടപടിയെടുക്കാത്തതിലും പ്രതിഷേധം കടുക്കുകയാണ്. സ്വകാര്യ ബസ്സുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്ര കൺസെഷൻ നിരക്കുകൾ പരസ്യപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ST എത്രയാണ് എന്നുള്ളത്. അത് ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ST ഇവിടുത്തെ ബസ് മുതലാളിമാരും ബസ്സിൻ്റെ തൊഴിലാളികളും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബസ്സിൻ്റെ STയുടെ യഥാർത്ഥ നിരക്ക് എന്താണെന്നുള്ളത് മുഴുവൻ ബസ്സിനകത്തും പരസ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കി അതേ ST മാത്രം വാങ്ങുന്ന തരത്തിലേക്കുള്ള നടപടി ആയി മുന്നോട്ട് പോകണമെന്നാണ് നമ്മളെ ഒന്നാമത്തെ ആവശ്യം. ആ ആവശ്യം ഇന്ന് അംഗീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ രേഖാമൂലമായി തന്നെ ആറ്റിങ്ങൽ RTOക്ക് പരാതിയായിട്ട് നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ എന്ന വ്യാജേന ഓടുന്ന സ്വകാര്യ ടെമ്പോ വാഹനങ്ങൾക്കെതിരായ പരിശോധനയും സ്വകാര്യ ബസ്സുകളുടെ പരിശോധനയും ശക്തമാക്കണമെന്നും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSU ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ RTO ഓഫീസ് ഉപരോധിച്ചത്. RTOയുടെ അസാന്നിധ്യത്തിൽ MVIമാരായി നടത്തിയ ചർച്ചയിൽ ഉന്നയിച്ച വിഷയങ്ങൾക്കുമേൽ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് യാത്രാ കൺസെഷനുകൾ നിഷേധിക്കുന്ന നിരക്ക് വർദ്ധിപ്പിച്ചു വാങ്ങുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധവുമായി വഴിതടയൽ സമരമടക്കം നടത്തി മുന്നോട്ടു പോകുമെന്നും KSU ഭാരവാഹികൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതും സ്വീകരിക്കുമെന്ന്, അതിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ മുഴുവൻ വിഷയവും പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിശക്തമായ സമരപ്രക്ഷോഭങ്ങളുമായി കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്കർ MT, മുഹമ്മദ് ഷിയാൻ എന്നിവരാണ് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകിയത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.